ബി.ജെ.പിക്കും ആർ.എസ്.എസിനും വലിയൊരു ധാർമ്മിക മൂലധനത്തിൻ്റെ അഭാവം സംഭവിച്ചിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അയോധ്യയിൽ അവരുടെ വലിയ ബിഗ് പ്രൊജക്റ്റായിരുന്ന രാമക്ഷേത്രത്തിൽ നിന്ന് കുറേയധികം സംഭാവനകൾ കൊള്ളയടിക്കപ്പെട്ടു. അതിൻ്റെ ഉള്ളിൽ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാൽ തന്നെ, സംഘപരിവാർ അനുഭാവികളായ ഉദ്യോഗസ്ഥരാൽ തന്നെ. ഈ ഒരു പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. മാഷും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ എനിക്ക് അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്, ഈ കൊള്ള എങ്ങനെയായിരിക്കും ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിനെ അതിനെ വിഘാതമായിട്ട് എങ്ങനെയായിരിക്കും വരിക? ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിനെ അത് പ്രതികൂലമായി ബാധിക്കും. ഇപ്പോൾ ബാധിച്ചില്ലെങ്കിലും ഇനി തുടർന്ന് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അത് ബാധിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം BJP ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റായിരുന്നു രാമജന്മഭൂമി. രാമജന്മഭൂമി പ്രോജക്റ്റ് കൃത്യമായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് BJPക്ക് അധികാരത്തിലേക്ക് വരാനായിട്ട് കഴിഞ്ഞത്. കാരണം എന്താണ് BJPയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് ചോദിച്ചാൽ, അത് ഇന്ത്യയുമായിട്ട് ഭാരതവുമായിട്ട് അത്ര പൊരുത്തപ്പെട്ടു പോകുന്നതാണ് എന്നവർക്ക് സ്ഥാപിക്കാൻ സാധ്യമല്ല. കാരണം അത് മിക്കവാറും തന്നെ ഹിറ്റ്ലറുടെ സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ മുസോളിനി പറയുന്നതായിട്ടുള്ള ഫാസിസത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ വളരെ കൂടുതൽ കാണിക്കുന്ന ഒന്നാണ്. അതിനെ ഭാരതത്തിന് അങ്ങനെ സ്വീകരിക്കാനായിട്ട് പറ്റും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഭാരതത്തിനൊരു ഡെമോക്രസിയുടെ, ജനാധിപത്യത്തിൻ്റെ ഒരു ആവരണമാണ് എക്കാലത്തും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ആ ആവരണത്തിന് പോറലേൽപ്പിച്ചത് ഇന്ദിരാഗാന്ധിയായിരുന്നു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ കുതറി മുന്നോട്ട് പോകാനായിട്ട് ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പ്രത്യയശാസ്ത്രപരമായി RSSനെ, അതേപോലെ തന്നെ സംഘപരിവാറിനെ, അവരുടെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കാനായിട്ടുള്ള വഴികൾ കുറവായിരുന്നു. അതുകൊണ്ടാണ് RSS രൂപീകൃതമായി ഇന്ന് 100 വർഷമായെങ്കിൽ പോലും BJP അധികാരത്തിൽ ഇന്ത്യയിൽ വരുന്നത് അധികം നാളാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. അപ്പോൾ രാമജന്മഭൂമി പ്രൊജക്റ്റ് വളരെ കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞതിൽ അവർക്ക് വിജയം കണ്ടെത്താനായിട്ട് കഴിഞ്ഞ LK അദ്വാനിയുടെ രഥയാത്രയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ BJPയുടെ രഥയാത്രയായിട്ട് മാറിയത് എന്ന് നമ്മൾ മറക്കരുത്. ഈ അയോധ്യയുടെ എക്സിസ്റ്റൻസ് പോലും യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണല്ലോ. ഇപ്പോഴും അവിടെ ക്ഷേത്രം ഉയരേണ്ടതാണ്, അതും ബാബറി പള്ളി പൊളിച്ചുകൊണ്ട് ക്ഷേത്രം ഉയരേണ്ടതാണ് എന്നതിനെ അംഗീകരിക്കാൻ പലർക്കും പറ്റുന്നില്ല. കോടതി വിധികളുണ്ട്, എല്ലാം ഉണ്ടൊക്കെ ശരി തന്നെ. പക്ഷെ അംഗീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇന്ത്യയുടെ ഒരു മതേതര, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സങ്കല്പമുണ്ട് ഇന്ത്യയുടെ. അതിനേറ്റ മുറിവാണ്. ആ മുറിവായതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. അതിനെ മുറിവായിട്ട് തന്നെയാണ് ഇപ്പോഴും അതൊരു മുറിവായിട്ട് തന്നെ കിടക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ സുപ്രീം കോടതി പോലും ഈ വിഷയത്തിൻ്റെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് സുപ്രീം കോടതി ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള രീതിയിൽ ആ കാര്യത്തെ ഹാൻഡിൽ ചെയ്ത് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അത് അവസാനിപ്പിച്ചു. രാമക്ഷേത്രം ഉയർന്നു. രാമക്ഷേത്രം ഉയർന്ന സമയത്താണ് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആ സമിതി തന്നെ മിക്കവാറും വലിയ മോഷണം നടത്തുന്ന സംഘമായിട്ട് മാറി. ഇത് BJPക്ക് എങ്ങനെയാണ് പ്രതികൂലമായി മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BJPയുടെ അതുവരെ ഉണ്ടായിരുന്ന ഊർജത്തിൻ്റെ കേന്ദ്രമാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ധാർമ്മികതയാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിശ്വാസത്തെ മുൻനിർത്തി മാത്രമാണല്ലോ, വർഗീയതയെ മുൻനിർത്തി മാത്രമാണല്ലോ ജനങ്ങളെ ചലിപ്പിക്കുകയും അതുപോലെ ജനങ്ങളൊപ്പം നിർത്തുകയും ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്ത് അത് അവർ തന്നെ തുരന്ന് തരിപ്പണമാക്കിയാൽ, അവർ തന്നെ കൊള്ള ചെയ്താൽ എന്ത് ചെയ്യും? അതാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെ, ഹിന്ദുവിനെ ഒരു മതമാക്കി മാറ്റുക എന്നതിൻ്റെ ഒരു പ്രൊജക്റ്റ് കൂടിയായിരുന്നു ഈ രാമക്ഷേത്രം അല്ലെങ്കിൽ ഈ രഥയാത്ര എന്ന് പറയുന്നത്. അല്ല, ഇപ്പം ബ്രിട്ടീഷുകാരും മറ്റ് ഡച്ചുകാരൊക്കെ ഇന്ത്യക്കാരെ വിളിച്ച ഒരു പേരാണ് ഈ ഹിന്ദുയിസം അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്നുള്ളത്. അല്ലാതെ മറ്റ് ഗ്രന്ഥങ്ങളിലോ ഇതിലൊന്നും ഹിന്ദു എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല. അതൊരു ധർമ്മമാണ്, ധാർമ്മികപരമായിട്ടൊരു സംഗതിയാണ്. അതിനൊരു മതമായിട്ട് കാണാനും പറ്റില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ അതിനെ ഒരു മതമാക്കി, ഒരു മത പ്രൊജക്റ്റാക്കി, ഒരു പൊളിറ്റിക്സ് ആക്കി, ഒരു ഹിന്ദുത്വമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു RSSന്റെ ലക്ഷ്യം, BJPയുടെ ലക്ഷ്യം. അതിൻ്റെ ഏറ്റവും വലിയ ബിംബമായിരുന്നു ഈ രാമക്ഷേത്രവും ബാബറിയുടെ തകർക്കലും. എന്തുകൊണ്ട് ഇതിലേക്ക് എന്തുകൊണ്ട് എത്തിപ്പെട്ടു എന്നത് വീണ്ടും ചർച്ചയാവുകയാണ് ഈ കൊള്ളയുടെയൊക്കെ പശ്ചാത്തലത്തിൽ. കഴിഞ്ഞ ദിവസം വളരെ രസകരമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്.
അത് മാഷിന് അറിയുന്നത് പോലെ തന്നെ CR പരമേശ്വരൻ അദ്ദേഹം കുറേ മുമ്പ് എഴുതിയ 2010 എഴുതിയ ഒരു ആർട്ടിക്കിളാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ. അതിൽ ബഹുസ്വരതയുടെ സത്യങ്ങൾ എന്ന തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിളാണ്. അതിൽ അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് അതിൽ എഴുതുന്നത്. അതിൽ വളരെ രസകരമായിട്ട് തോന്നിയ കുറച്ച് വാക്കുകളൊന്ന് വായിക്കാം. ഇന്നുള്ള വ്യക്തത അന്നില്ലായിരുന്നെങ്കിലും 80കളുടെ അവസാനം രൂപം കൊണ്ട ഹിന്ദു ഉന്മത്തതയ്ക്ക് ഹിന്ദു ഉന്മത്തത എന്ന് പറഞ്ഞാൽ ഹിന്ദു ഭ്രാന്ത്. അതെ, ഹിന്ദു ഭ്രാന്തിന് അന്താരാഷ്ട്ര മതമനസ്സിൻ്റെ പരിണാമങ്ങളുമായി ബന്ധമുണ്ടെന്ന് അന്നേ തോന്നിയിരുന്നു. പാർലമെന്റിലും പുറത്ത് നാട്ടിലെങ്ങും പ്രകോപനപരമായ വെല്ലുവിളികളും രഥയാത്രയും രാമശിലാ സംഭരണവും ഒക്കെയായി സംഘർഷഭരിതമായിരുന്നു. ഇത് അവസാനത്തതാണ് ഏറ്റവും പ്രധാന പോയിന്റ്. സംഘപരിവാർ വാസ്തവത്തിൽ അവരെതിർക്കുന്ന സെമിറ്റിക് രീതികളെ തന്നെയാണ് മിമിക്ക് ചെയ്തത്. സംഘപരിവാർ യഥാർത്ഥത്തിൽ അവരെതിർക്കുന്ന സെമിറ്റിക് രീതികളെ തന്നെയാണ് മിമിക്ക് ചെയ്തത്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത്? അതായത് സെമിറ്റിക് മതങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പറയാം. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നീയല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്നുള്ള. അതായിരുന്നില്ല ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്. 30 കോടി ദൈവങ്ങളെന്ന് നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത്രമാത്രം ദൈവങ്ങളും അതുമായി ബന്ധപ്പെട്ട ബഹുസ്വരതയും അതിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളും ഒക്കെ ഭാരതത്തിൻ്റെ സവിശേഷതയായിരുന്നു. അതിനെയാണ് BJPയും RSS ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നത് എങ്കിൽ അതിന് നേരെ വിരുദ്ധമായ ഒരു മതസങ്കല്പമാണ് ഈ സെമിറ്റിക് മതങ്ങളുടെ. അത് നീയല്ലാതെ മറ്റൊരാൾ നിനക്ക് ദൈവമായി ഉണ്ടാകാൻ പാടില്ല എന്ന് ആ ദൈവം പ്രഖ്യാപിക്കുന്നതാണ്. അതാണ് അവരിവിടെ എടുത്തിട്ട് ജയ് ശ്രീറാം എന്ന് പറയുന്ന വലിയ അലർച്ചയും ബഹളവും ഒക്കെ ആയിട്ട് മാറ്റി തീർത്തത്. മനസ്സിലായി? രാമനല്ലാതെ മറ്റൊരു ദൈവം വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നു. ഇതാണ് പരമേശ്വരൻ പറയുന്നത്. മതഭ്രാന്തിലേക്ക് കൊണ്ടുപോകണം. മതഭ്രാന്താണത്. ഈ നീയല്ലാതെ മറ്റൊരു ദൈവവും പാടില്ല എന്ന് പറയാൻ. മനസ്സിലായി? ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവം പാടില്ല എന്ന് പറയുന്നത് ഒരുതരം മതഭ്രാന്താണ്. അത് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? പുലർത്തുന്നുണ്ട്. സെമിറ്റിക് മതങ്ങളെല്ലാം പുലർത്തുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും തീവ്രമായ രൂപമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് തന്നെ നമ്മൾ ഹിന്ദു തീവ്രവാദം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതാണ് അതിൽ വൈരുദ്ധ്യമായിട്ട് പരമേശ്വരൻ കാണിക്കുന്നത്. കാരണം വെച്ചാൽ ഇവരെന്തിനാണ് എതിർക്കുന്നത്? അതിനെ വാരിപ്പുണരുന്ന കാഴ്ചയാണ് അതിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതാണ് പരമേശ്വരൻ അവിടെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചത്. മതങ്ങളിങ്ങനെ സെമിറ്റിക് ആയുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. 30 കോടിയാണെന്ന് വെച്ചാൽ അതിലൊരു വിഷയവുമില്ല എന്ന് വെച്ചാൽ ഒരുപാട് സ്പേസ് അവിടെ ഈ ജനാധിപത്യ സങ്കല്പത്തിനുണ്ട്, ദൈവതലത്തിൽ തന്നെ എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ഒരു സവിശേഷത. സെമിറ്റിക് മതങ്ങൾ അങ്ങനെയല്ല. ഇയാൾ പാടുള്ളൂ, ഞാനാണ്, വേറെ ആരും പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഈ LDF അല്ലാതെ മറ്റാര് എന്ന് പറയുന്ന ആ ചോദ്യത്തെയും ഈ സെമിറ്റിക് മതത്തിൻ്റെ ചിന്താഗതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടതിൻ്റെ പേരിലാണ് LDFന് വലിയ അടിയായിട്ട് വന്നത്. ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് BJP പറയുന്നത്, RSS പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് ഒരു കൾച്ചറൽ ഐക്കൺ ഉണ്ട്, മെക്കയാണ്, മെക്ക. അതേപോലെ തന്നെ ജെറുസലേം ഉണ്ട് ക്രിസ്ത്യാനികൾക്ക്, അല്ലെങ്കിൽ വത്തിക്കാൻ ഉണ്ട്. അതേപോലെ ഹിന്ദുക്കൾക്കും നാട്ടിൽ പറയാനായിട്ടൊരു ബിംബം വേണം. അതാണ് ഈ രാമക്ഷേത്രം. അങ്ങനെ നമ്മൾ അതിനെ കാണണം. പക്ഷെ എന്താ ഇപ്പോൾ സംഭവിച്ചത്? ആ രാമനെ കൊള്ളയടിച്ച അവരേനല്ലേ. അവർ പറയുന്ന രീതിയിൽ ഇത് ഇങ്ങനെ ആയി മാറണമെങ്കിൽ അതിന് വലിയ പവിത്രമായൊരു സ്വഭാവ സവിശേഷത വേണ്ടേ? ആ പവിത്രമായിരിക്കുന്ന സ്ഥലത്താണ് അവർ തന്നെ അതിനെ കൊള്ളയടിച്ച് അവരുടെ വലിയൊരു മൂലധനം, ശരിക്കും പറഞ്ഞ ഒരു ഐഡിയോളജിക്കൽ മൂലധനമാണ് അവർ കൊള്ളയടിച്ചിട്ടുണ്ടായത്. ചെറിയ വിഷയമല്ല അത് അവരെ ബാധിക്കുന്ന വലിയ വിഷയമായിട്ട് അവരിലേക്ക് തന്നെ അരിച്ചിറങ്ങും. ഈ മരംവെട്ടുകാരിലേക്ക് തിരിച്ചു വരുന്നു എന്നൊക്കെ പറയുന്ന കവിസങ്കല്പം പോലെയുള്ള വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണത്. ഈ കൊള്ള ചെറിയൊരു കൊള്ളയല്ല, അത് വേറെ ആരെങ്കിലും കൊള്ളയടിച്ചും കുഴപ്പമില്ല, ഇത് അവർ തന്നെ കൊള്ളയടിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അയോധ്യയാണ് BJP ഉയർത്തിയതെങ്കിൽ അതേ അയോധ്യ തന്നെ താഴത്ത് ഇറക്കുമോ എന്നുള്ളതാണ്. അതെ, അയോധ്യയാൽ നിങ്ങൾ എന്ത് ചെയ്തു? നിർമ്മിക്കപ്പെട്ടു, അയോധ്യയാൽ നിങ്ങൾ തകർക്കപ്പെട്ടു എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നവർ വളരെ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ടാവും. അതിന് ആവശ്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികളാണ് അവരുടെ ഭാഗത്തുനിന്ന് വരേണ്ടത്. അത് വന്നില്ലെങ്കിൽ അവർ തകർന്ന് തരിപ്പണായിപ്പോഴും. ഇപ്പോഴും
അയാളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവിനെ സംരക്ഷിക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതവരെ വലിയ തകർച്ചയിലേക്ക് തന്നെ കൊണ്ടുപോകും. മോദിയുടെ ബ്രാൻഡ് ഇമേജും ഇടിഞ്ഞിരിക്കുകയാണ്. ഇതിനെല്ലാം ഈ സമിതി രൂപീകരിക്കാൻ മേൽനോട്ടം വഹിച്ചത് നരേന്ദ്രമോദിയാണ്. പക്ഷേ അദ്ദേഹം ഇത്രയും നാളായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. മൗനി ബാബയായി അദ്ദേഹം മാറി വീണ്ടും. പുള്ളി ഇപ്പോൾ മാത്രമല്ല, പല സമയത്തും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് അദ്ദേഹം മറുപടി പറയേണ്ട വിഷയങ്ങൾ വരുന്ന സമയത്ത് നിശബ്ദനായിരുന്നുകൊണ്ട് തെറ്റുകാരെ സഹായിക്കുന്ന വ്യക്തിയായിട്ട് മാറിത്തീരാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അതാണ് സംഭവിച്ചിട്ടുണ്ട്. കട്ടവനെതിരെ നിലപാടെടുത്താൽ പോരെ, അതെന്തെടുക്കാത്ത, എന്താണ് അങ്ങനെ ശബ്ദിക്കാത്തത്? നിലപാടെടുത്താൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു പറഞ്ഞാലോ കട്ടവന്മാർ ആയിരിക്കാം.